ശ്രീ പാണ്ഡ്യാല ഷാജി, തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ്. അവിടെ കോൺഗ്രസിനും BJP-ക്കും സംഘടനകളുണ്ട്. പക്ഷേ കോൺഫെഡറേഷനാണ് ഏറ്റവും ശക്തിയുള്ള സംഘടന. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് AKG സെൻട്രലിൽ നിന്ന് നേരിട്ട് നിയന്ത്രിക്കുകയാണ് ഈ കോൺഫെഡറേഷൻ. ഈ കോൺഫെഡറേഷൻ്റെ സംസ്ഥാന സമിതി അംഗം ആണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്ന മുരാരി ബാബു. മുരാരി ബാബുവിനെതിരെ അദ്ദേഹം ഏതൊക്കെ തസ്തികകളിൽ ഇരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അഴിമതി നടത്തിയതിന് വിജിലൻസ് അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. മുരാരി ബാബുവിന് എതിരെ ആയിരുന്നു കണ്ടെത്തലുകൾ വിജിലൻസിൻ്റെ. പക്ഷേ അപ്പോഴൊക്കെ മുരാരി ബാബു സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ട്? കാരണം മുരാരി ബാബുവിന് CPM-ൻ്റെ പരിരക്ഷ ലഭിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായി ഈ ട്രേഡ് യൂണിയനിസം അതാണ് ശബരിമലയുടെ അവസ്ഥ ഇത്രയും പരിതാപകരമാക്കിയത് എന്ന് പറയാതെ വയ്യ. കാരണം ദേവസ്വത്തിൽ നേരത്തെ പ്രവർത്തിച്ച ഈ കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചവർ തന്നെ പറയുന്നുണ്ട്, മൊത്തത്തിൽ സാമ്പത്തിക ലാഭം അത് ലാക്കാക്കിക്കൊണ്ടുള്ള ഇടപെടലുകൾ ആണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനെല്ലാ ലൈസൻസും AKG സെൻട്രലിൽ നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് ഈ കോൺഫെഡറേഷനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർ നൽകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മുരാരി ബാബുവിനെ പോലുള്ളവരുടെ ഇടപെടലുകളെയും കാണേണ്ടത്. ഇപ്പോൾ നോക്കൂ, ദേവസ്വത്തിൽ അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ്റെ ആവശ്യമുണ്ടോ? ഒരു തൊഴിലാളി യൂണിയൻ്റെ ആവശ്യമുണ്ടോ? കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ്റെ ആവശ്യം ഉണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, എവിടെയും ട്രേഡ് യൂണിയൻ പലപ്പോഴും ഇപ്പം മുതലാളിമാരുമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നവരുമായിട്ടൊക്കെ ഉള്ള സന്ധി സംഭാഷണം, സമരസപ്പെടൽ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? തൊഴിലാളികളെ മൊത്തം പറ്റിച്ചുകൊണ്ട് ഈ ട്രേഡ് യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക ലക്ഷ്യം മാത്രം മുൻനിർത്തി നേതാക്കന്മാരുടെ കീശ വീർപ്പിക്കുന്ന പരിപാടി, അതുമാത്രമാണ് അവരുടെ താല്പര്യം. അപ്പോൾ അത്തരം ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഒരു കോൺഫെഡറേഷൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി യൂണിയൻ ദേവസ്വത്തിൽ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതായത് ഈ ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയ മുക്തമാക്കണം, കക്ഷി രാഷ്ട്രീയ മുക്തമാക്കണം. ദേവസ്വം ബോർഡ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കട്ടെ. ദേവസ്വം ബോർഡിൻ്റെ ബൈലോയിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ കയറിക്കൂടിയോ, എന്ന് സ്ഥാപിത താൽപ്പര്യക്കാർ അതിൻ്റെ തലപ്പത്ത് വന്നോ, അന്നാണ് അധപ്പതനം ഉണ്ടാവുന്നത്. ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു, അതുപോലും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടല്ല കാണുന്നത്. ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട്, കവർച്ച നടന്നിട്ട് പോലും നമ്മൾ മലയാളികൾ അല്ലെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ അതിനെ ഒരു ഗൗരവത്തോടെ ഇപ്പോഴും കാണുന്നില്ല എന്നുള്ളതും വലിയൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? രണ്ട് കാര്യങ്ങളാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ട്രേഡ് യൂണിയനിസം ആവശ്യമുണ്ടോ? തൊഴിലാളി യൂണിയനുകൾ ദേവസ്വത്തിൽ ആവശ്യമുണ്ടോ? കച്ചവട താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന തൊഴിലാളി യൂണിയനുകളെ മാറ്റി നിർത്തേണ്ടതല്ലേ? മാത്രമല്ല, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. നിലവിലുള്ള ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധനകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹൈക്കോടതി പോലും പരാമർശിക്കപ്പെട്ട PS പ്രശാന്ത് ഇരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും രേഖകൾ നശിപ്പിക്കാൻ, രേഖകൾ കടത്താൻ ഒക്കെ അവർക്ക് സുവർണാവസരങ്ങളാണ്. കാരണം ദേവസ്വം ബോർഡായിട്ട് തന്നെ തുടരുകയാണ്. രാജിവെച്ച് പോകേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായും ഇതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, യൂണിയൻ എന്ന് പറയുന്ന സംഭവം എന്താ പറഞ്ഞാൽ, ആ തൊഴിൽ മേഖലയിൽ വരുന്നവർക്കുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ എന്താണോ ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിരിക്കുന്ന ഒരു സംഘടിത ശക്തി എന്നുള്ളവർക്ക് യൂണിയൻ.
പക്ഷേ ഇതുപോലുള്ള മേഖലകളിൽ യൂണിയൻ ഉണ്ടാവുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ എന്ന് പറയുന്നത്, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് വലിയ സമ്പത്തിന്റെ വലിയ കേന്ദ്രീകൃതമായ രൂപങ്ങളാണത്. ഈ സമ്പത്തിന്റെ കേന്ദ്രീകൃതമായ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന മറ്റൊരു മുഖം എന്താ പറഞ്ഞാൽ, ഒന്ന് സമ്പത്ത് മാത്രമല്ല അത്, മറുഭാഗത്ത് ഈ വലിയ വലിയ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നവരെല്ലാം എപ്പോഴും എന്തായിരിക്കും പറഞ്ഞാൽ സമൂഹത്തിനകത്തെ വലിയ അധികാര ശക്തികളുടെ രൂപങ്ങളോ അല്ലെങ്കിൽ അധികാര ശക്തികൾ കൈയാളുന്നവരുമായിരിക്കും. അത്തരമുള്ള ആളുകളുമായി ഉണ്ടായിരിക്കുന്ന നിരന്തരമായിരിക്കുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും അവരുടെ താല്പര്യങ്ങൾ ഇതിനകത്തൂടെ പെട്ടെന്ന് നടന്നു. ഉദാഹരണത്തിന് ഞാൻ പറയാം, എന്തെങ്കിലും ഒരു വളരെ ഗൗരവമേറിയിരിക്കുന്ന ഒരു വഴിപാട് നടക്കുക എന്നൊരു സംഭവം ഉണ്ടാവുകയാണ്. ആ വഴിപാട് നടക്കുക എന്നൊരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ചില മാസങ്ങളോടെ കാത്തുനിൽക്കേണ്ടി വരും, വർഷങ്ങളോട് കാത്തുനിൽക്കേണ്ടി വരും. പക്ഷേ ഇതിനെ ഷോർട്ട് കട്ട് അടിച്ചൊരു കാര്യം ചെയ്യുന്നതിനുണ്ടായിരിക്കുന്ന ഒരു ഉപാധിയായി ഈ യൂണിയൻ്റെ അകത്ത് പെട്ടവൻ ഇതിനകത്ത് ഉണ്ടാവുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് ഈ സാധനം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അതുവഴി അയാൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വർഷങ്ങളായി കാത്തു നിൽക്കുന്നു മാത്രമല്ല, ഇതിൽ അത്തരം ഒരു കാര്യം നടത്തുന്നതിലൂടെ അത് ആഗ്രഹിച്ചവർ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നവരെന്തായിരുന്നു ഓൻ ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു റെമ്യൂണറേഷൻ കിട്ടുകയും ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ വരാവുന്ന അങ്ങേയറ്റം എന്താ പറയുക അസന്തുലിതമായ അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയും വിശ്വാസം എന്ന് പറയുന്ന സംഭവത്തെ കൃത്യമായി വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഉപാധികളാക്കിയിട്ടാണ് പലപ്പോഴും ഈ പറയുന്ന ട്രേഡ് യൂണിയൻ പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ ഭാഗത്ത് നിന്ന് വരുന്നവർക്കുണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CPM പോലുള്ള ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടാക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ തരത്തിൽ വളരെ ദയനീയമായ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനാ രൂപമായിട്ട് അത് മാറ്റപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഒരു പൊതുസമൂഹത്തിൻ്റെ അകത്ത് തൊഴിൽ മേഖലയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലേക്ക് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സംഘടനയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിന്റെ രൂപം തന്നെയാണ് വാസ്തവത്തിൽ ഇവിടെയും നടക്കുന്നത്. ഇതുകൊണ്ടാണ് ശരിക്കും ഈ മുരാരി ബാബു എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ടാണ് CPM-ന്റെ ഒരു യൂണിയനിൽ ചേരുന്നത് എന്നുള്ളതാണ് പിന്നീട് വരുന്ന ചോദ്യം. അയാൾ ഏറ്റവും സേഫായിരിക്കുന്ന യൂണിയൻ ഏതാണെന്ന് വെച്ചാൽ CPM യൂണിയനാണത്, ഒരു യൂണിയനും അല്ല. കാരണം ഒരു ഭാഗത്ത് നിന്ന് വരുന്നു ഗവൺമെന്റ് എന്ന് പറയുന്നതിന്റെ അധികാരം വരുന്നു, മറുഭാഗത്ത് എന്ന് പറയുന്നത് സർവശക്തനായിരിക്കുന്ന ഒരാളാണ് എന്ന ഒരു സിമ്പൽ ഉണ്ടാവുന്നു മറുഭാഗത്തുള്ള ഒരാൾക്ക്. ഈ സർവശക്തന്റെ അധികാരത്തിനുള്ളിൽ ചിറകിന് കീഴിൽ നിന്ന് സർവശക്തന്റെ നിർദ്ദേശപ്രകാരമോ സന്ദേശവുമായി ബന്ധമുള്ളവരുടെ നിർദ്ദേശപ്രകാരവുമായി എന്ത് കാര്യം ചെയ്താൽ പോലും ഞാൻ സുരക്ഷിതനാണ് എന്ന് പറയാവുന്ന ഒരു മിഥ്യാബോധത്തിലേക്ക് ഇയാളെ നയിക്കപ്പെടുകയാണ് ചെയ്തത്. ആ നയിക്കപ്പെട്ടതിന്റെ പ്രതിഫലനവും കൂടിയാണ് സത്യത്തിൽ മുരാരി ബാബു ഇതിൽ പോകുന്നത്. മുരാരി ബാബുവിന്റെ ബേസിക് ക്വാളിറ്റി ഇപ്പം എന്താണെന്ന് മിസ്റ്റർ നമ്പ്യാർ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലായിട്ട കാര്യമാണ്. പക്ഷെ ഇവിടെയും വരുന്ന ചോദ്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയ വിശ്വാസിയാണെന്ന് പറയാ, കുളിച്ച് കുറി കൊടുക്കുക, എല്ലാ കാര്യം ചെയ്യുന്ന പണി എന്തെന്ന് കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം വരുതാവുന്ന വിശ്വാസികളുടെ നിർവ്യാജമായ വിശ്വാസത്തെ, നിഷ്കപടമായ വിശ്വാസത്തെ, നിഷ്കളങ്കമായ വിശ്വാസത്തെ അത് മുഴുവൻ തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ആ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തായി മാറുകയാണ്, സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണ് എന്ന് പറയാവുന്ന എഴുതി വെച്ചിരിക്കുന്ന സംഭവത്തിന് അടിവരയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അടിവരയിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് പിന്നീട് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, സ്വർണം പൂശിയതും സ്വർണ്ണപ്പാളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അയാൾ ചോദിച്ചത്. ഈ വ്യത്യാസം എനിക്ക് എന്തിനെ പറയുകയാണെങ്കിൽ ഈ വ്യത്യാസം എനിക്ക് അറിയില്ല എന്ന് കൂടി പറയാണ്. അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് അത്തരം ഒരു ദുരുപദിഷ്ടമായ ചോദ്യം ഉന്നയിച്ചത് സംഭവം ഇതിനകത്ത്. അപ്പൊ ഇതിനകത്തെല്ലാം വരുന്ന ചിത്രം എന്താണെന്ന് പറഞ്ഞാല്, പാർട്ടി എന്ന് പറയുന്ന അധികാര കേന്ദ്രത്തിന്റെ ബലത്തിലുണ്ടാക്കുന്ന യൂണിയനെ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ തനിക്ക് ഇതിനകത്ത് നടത്താവുന്ന എല്ലാ സംഭവങ്ങളും അവരുടെ പിൻബലത്തിൽ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയും അത് പിന്നീട് എന്തായിത്തീരുന്നു, എൻ്റെ അധികാരവാഴ്ചയുടെ രൂപീകരണത്തിനുള്ള എന്താ പറയുക സ്ഥിരീകരണമാക്കി മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്തരവും ചെയ്യാനുള്ള ഒരു സാധ്യതയെ വളരെ ഭംഗിയായി നിർവഹിക്കാൻ എന്ത് വന്നാൽ പോലും ഈ യൂണിയൻ എന്ന് പറയുന്ന സംഭവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ യൂണിയനെ നിയന്ത്രിക്കുന്ന എന്ന് പറയുന്ന അധികാര രൂപത്തിൽ അധികാര ഘടനക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഈ സർവശക്തനായിരിക്കുന്ന അവിടെ സർവശക്തൻ ഒരിക്കലും എന്തല്ല അയ്യപ്പനല്ല ഞാൻ പറയുന്നത്. എന്തായാലും മിസ്റ്റർ നമ്പ്യാർക്ക് മനസ്സിലാവുമല്ലോ, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. ആ സർവശക്തന്റെ അനുഗ്രഹാശിസുകൾ ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു സംഭവത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം തീർച്ചയായും ഈ സംഭവം ചെയ്തിട്ടുള്ളത് തന്നെയാണ് മിസ്റ്റർ നമ്പ്യാറിന്റെ ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായം.